ദുൽഖർ സൽമാൻ ആൻഡ് മഖ്ബൂൽ സൽമാൻ, ആരാണ് സൽമാൻ? സൽമാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സൽമാന്മാരാണ്. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഇപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ രണ്ടും 28 ജൂലൈ ആണ്. പേരില് awesome people are born on the same day. ഞാൻ അതില് ഒക്കെ ഭയങ്കര ഇതാണ്. കാരണം എന്റെ ബർത്ത്ഡേ ആരെങ്കിലും അറിഞ്ഞില്ലെങ്കിലും എന്താ പറയാ, ചാലക്കാട് ബർത്ത്ഡേ എല്ലാവരും അറിയും. എന്റെ ബർത്ത്ഡേ എല്ലാവരും അറിയും. അപ്പൊ ഇന്ന് ദുൽഖറിന്റെ ബർത്ത്ഡേ ആണല്ലോ, ഇന്ന് മഖ്ബൂലിന്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ വിഷ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം എല്ലാത്തിലും ഉണ്ട് ഞങ്ങൾ. ഈവൻ സിനിമ, എന്റെ ഫസ്റ്റ് നായകനായ സിനിമ മാറ്റിനിയാണ്. ദുൽഖറിന്റെ ഫസ്റ്റ് നായകനായ സിനിമ സെക്കൻഡ് ഷോ ആണ്. അതിലൊരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് UPL ആണ്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ, ഞാൻ ശരിക്കും ചെറുപ്പം മുതലേ ചാലക്കാക്കയുടെ പുറകെ നടന്ന് വളർന്ന ഒരുത്തനാണ്. ചാലക്കാക്ക എങ്ങനെ നടക്കുന്നു, ചാലക്കാക്ക എങ്ങനെ സംസാരിക്കുന്നു, ചാലക്കാക്ക എങ്ങനെ ഡ്രസ് ചെയ്യുന്നു, ചാലക്കാക്ക എന്തൊക്കെ കുറിച്ച് സംസാരിക്കുന്നു, ഇതൊക്കെ കോപ്പി അടിച്ചിട്ട് സ്കൂളിൽ ചെന്ന് അതുപോലെ സംസാരിക്കണം, അതുപോലെ ഇരിക്കണം, അതുപോലെ നടക്കണം എന്നൊക്കെ കോപ്പി അടിച്ച് നടന്ന ഒരുത്തനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ ആയതുകൊണ്ടാണ് ഇന്ന് ചിലപ്പോൾ മഖ്ബൂൽ സൽമാൻ എന്ന് പേര് കേൾക്കുമ്പോഴും പെട്ടെന്നൊരു എന്താ പറയാ ഇതുവരെ. കാരണം ഇപ്പോഴും ദുൽഖർ കൊടുത്തേക്കുന്ന പോലെ ഒരു ഹിറ്റോ അല്ലെങ്കിൽ ദുൽഖറിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ എന്നെ ആരും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ജൂലൈ 28th ബർത്ത്ഡേ, both of us are Leos. ലിയോയ്ക്ക് ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതായത് സിംഹം. I'll ask you couple of questions. അതിൽ എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ട്രൂ ഓർ ഫാൾസ്, ശരിയാണോ തെറ്റാണോ, with you. King of the jungle. Lion. Are you the king of the jungle? No. എന്താണ് your jungle? ഞാൻ വളർന്നു വരുന്ന, ഞാൻ കിങ് ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. ചെറിയ പുലികളൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ സിംഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതെന്നെങ്കിലും ഞാനിങ്ങനെ എന്താ പറയാ ആ സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. വളർന്നു വരുന്ന ഒരു സിംഹം കുട്ടി. ഓ കുട്ടി. മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടോ? ഉണ്ടോ തോന്നുന്നു. ഞാനൊരു എടുത്തു നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കായിട്ടൊരു ഓഡിയൻസ് ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. കാരണം ചിലപ്പോൾ എൻ്റെ സംസാരത്തിലായിരിക്കാം, ചിലപ്പോൾ ഞാൻ അടിക്കുന്ന പൊട്ടത്തരങ്ങൾക്കായിരിക്കാം. പക്ഷെ എന്താ പറയാ, ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എന്താ ഒരു എന്തൊക്കെയോ എൻ്റെ ഉണ്ട്. കൈൻഡ് ആൻഡ് ബിഗ് ഹാർട്ടഡ് ആൻഡ് ലോയൽ. തീർച്ചയായിട്ടും കുറച്ച് അധികം കൈൻഡ് ആണ്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ നാളെ ആരെങ്കിലും വന്നിട്ട് മഖ്ബൂൽ ഇത്രയേ ഉള്ളൂ ബഡ്ജറ്റ്, നമുക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം കുഴപ്പമില്ല. നോ സാറ്റലൈറ്റ് റേറ്റിംഗ് ഇഷ്യൂസ് ആൻഡ് എനിത്തിങ്. അതൊന്നും നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ കഥ മൊത്തം കേട്ട് നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാവും. ഇതിങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫ്രെയിം. നമ്മുടെ അടുത്തൊന്നും പറയുമില്ല, ചെറിയ സിനിമയാണ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കെട്ടിയ വിഷ്വൽസ് മൊത്തം ഇങ്ങനെ പൊട്ടിത്തരും. എന്നാലും ഞാൻ പറയും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കണം എനിക്ക് ഇത്ര നാളും കുറച്ച് സംഭവങ്ങൾ സംഭവിച്ചതിന്റെ പിന്നിൽ അതൊക്കെ ആയിരിക്കണം. കാരണം അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും എന്നെ പോലെ ആഗ്രഹിച്ച് സിനിമയിൽ വന്നവര് ശരിക്കും. അപ്പൊ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടാവില്ലേ? അപ്പൊ ഇത് ഒരുപാട് പേര് നോ പറഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് ഓൾറെഡി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമ നടന്നില്ലെങ്കിലോ? പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ലൊക്കേഷനിലോട്ട് ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത് വേണ്ടായിരുന്നു. നമുക്ക് 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സിനിമ ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മഖ്ബൂലിന്റെ സിനിമ പൊട്ടിയെന്നേ പറയൂ. അപ്പോൾ അതൊന്നും ആ സമയത്ത് ചിന്തിക്കില്ല. സിനിമ റിലീസാവുന്ന സമയത്ത് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ പടം ഒന്ന് ചാനലിൽ കയറി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് സെലക്റ്റീവായി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പടം ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. പാഷനറ്റ് ലവർ, ട്രൂ റൊമാൻറ്റിക്. തീർച്ചയായിട്ടും ഇഫ് ഐ എം ഇൻ ലവ് ഐ വിൽ ഗിവ് മൈ 100%. അതിപ്പോ എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരുപാട് പേരെ പ്രേമിക്കില്ല, പ്രേമിച്ചിരിക്കുന്ന ഒരാളെ നന്നായിട്ട് ട്രൂ ലവ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആംബിഷ്യസ്. തീർച്ചയായിട്ടും സിനിമയിൽ വരണം എന്നുള്ളത് ഒരു ആംബിഷൻ ആയിരുന്നു. ഇപ്പോൾ സിനിമയിൽ രക്ഷപ്പെടണം എന്നുള്ളതാണ് ആംബിഷൻ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവണം എന്നാണല്ലോ ഞാൻ കേട്ടത്. സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും സിനിമയിൽ ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അനിയന്റെ മോനാണ് ഞാൻ. അതെനിക്ക് ഓഡീഷൻ നടക്കുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ സമയത്ത് ഞാനൊക്കെ ഓഡീഷൻ നടക്കുമ്പോൾ ചില പുറത്തു പറയാൻ ആഗ്രഹമില്ലാത്ത ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു സിനിമയിൽ. അപ്പോഴെനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ മുമ്മുട്രൈൻ്റെ എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈഗോയിസ്റ്റിക് ആൻഡ് പൊസസീവ് ആണോ? പൊസസീവ് ആണ്.
പൊസസീവ് ആണോ? ഇപ്പൊ എന്നെ വെച്ചിട്ട് സിനിമ ചെയ്ത ഡയറക്ടർ അടുത്ത് വേറൊരാളെ വെച്ചിട്ട് പടം ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. വിളിച്ചു ചോദിക്കോ? അല്ല, വിളിച്ചൊന്നും ചോദിക്കില്ല. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ആലോചിച്ചേടാ ഇതിപ്പോ നമ്മൾ വേണ്ടതായോ ഇതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ വേറൊരു കാര്യത്തിൽ എനിക്ക് ആ പൊസസീവ്നെസ് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ വേറൊരാള് സ്നേഹിച്ചു കഴിഞ്ഞല്ല, വേറൊരാളായിട്ട് ഇപ്പൊ ഈവൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഒരു ഇതുമില്ല. പക്ഷെ ഇത് എനിക്ക് സങ്കടമാണ്. കാരണം ഇപ്പോൾ അനീഷേട്ടൻ എന്നെ വെച്ച് ഫസ്റ്റ് പടം ചെയ്തു, രണ്ടാമത്തെ പടം വേറൊരാളെ വെച്ച് ചെയ്യുമ്പോൾ എന്താ അനീഷേട്ടൻ വിളിക്കായിരുന്നു തോന്നിയിട്ട് അങ്ങനെ ഒരു എനിക്ക് മാത്രം കിട്ടണമെന്ന് ആഗ്രഹം. ആരെങ്കിലും ഇപ്പൊ പറയാനുണ്ടോ? ക്യാമറയിൽ കൂടെ പറഞ്ഞോ, കുഴപ്പമില്ല, സേഫ്. ഇല്ല, ഞാൻ അനീഷേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അനീഷേട്ടനാണ് എന്നെ വെച്ച്. പക്ഷെ അത് രസാമാന്യ ധൈര്യമായിരുന്നു അനീഷേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാനന്ന് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാണിച്ച ധൈര്യത്തിനാണ് അനീഷേട്ടനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഇതൊക്കെ മമ്മൂക്കയോട് സംസാരിക്കാറുണ്ടോ? ഇന്നൊരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പോവാ? കാരണം നമുക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഞാൻ ഇന്ന ആളുടെ പടം ചെയ്യുന്നു എന്നേ പറയുള്ളൂ. ചിലപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നന്നാവൂ എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ മൂത്താപ്പടുത്ത് ചോദിക്കും, മൂത്താപ്പ ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ഞാൻ ചെയ്തോട്ടെ. അപ്പൊ മൂത്താപ്പ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച്, അപ്പൊ എനിക്ക് കാരണം എന്നെക്കാളും കുറച്ചും കൂടി കോണ്ടാക്ട്സ് കുറച്ചും കൂടി അല്ല, ഒരുപാട് കോണ്ടാക്ട്സ് ആണ്. മലയാള സിനിമ മൊത്തം അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ മൂത്താപ്പ അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും, നല്ലതാണെങ്കിൽ പറയും, നല്ലതാണ് ചെയ്തോ. കാരണം മാറ്റ്നി എനിക്ക് സംഭവിച്ച മൂത്താപ്പ. എനിക്ക് തോന്നുന്നു AOP എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് വരുന്നതിനെക്കാട്ടും മുമ്പ് മൂത്താപ്പയുടെ സംസാരിച്ചു. മൂത്താപ്പാണ് പറഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആണെങ്കിൽ അവൻ ചെയ്യട്ടെ, നല്ലതാണെങ്കിൽ. നന്നായിട്ട് റൺ ചെയ്തൊരു മൂവിയാണ് അത്. അതെ.